നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഈ കാണുന്ന തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടേ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം കാണും ഈ ക്ഷേത്രത്തിലേക്ക്. ഈ ക്ഷേത്രം ഇവിടെ അറിയപ്പെടുന്നത് പെരിയ കോവിൽ നിന്ന് കേട്ടോ. ബൃഹദേശ്വര ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. പെരിയ കോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് വെച്ചാലേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിലും പിന്നെ വാസ്തുവിദ്യയുടെ കാര്യത്തിലൊക്കെ ഒത്തിരി പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം കേട്ടോ. തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ വലതുസൈഡിലായിട്ട് ഡിസ്ട്രിക്ട് കളക്ടറേറ്റ് മ്യൂസിയം തഞ്ചാവൂർ എഴുതിയിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര മഴയാണ്. വേളാങ്കണ്ണിയിൽ നിന്ന് തുടങ്ങിയ മഴ കേട്ടോ. നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുക. 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് പെയ്യും നിൽക്കും, പെയ്യും നിൽക്കും, അങ്ങനത്തെ ഒരു കണ്ടീഷനില്ല. അപ്പം ഇങ്ങനെ നടന്നു വരുമ്പോഴേ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു വണ്ടി കിടമുണ്ട് കേട്ടോ. ഇപ്പോൾ റോഡ് ടാർ ചെയ്യുന്ന വണ്ടി കേട്ടോ. ടാറിൻ്റെ അംശമൊക്കെ ഫുള്ളുണ്ട്. ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. മഴ പിന്നെയും തുടങ്ങി. ഇവിടെ ഇങ്ങനെ മരത്തിൻ്റെ തണലുണ്ട് ഇവിടെ സൈഡിലേക്ക്. അതുകൊണ്ട് നമുക്ക് നടന്നു പോവാം. ഇവിടെ എന്തോ ഒരു സുഖം പോലെയൊക്കെ അപ്പുറത്തെ സൈഡിൽ കാണാൻ കേട്ടോ. ആ ബസ് വളഞ്ഞു പോകുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ഇടസൈഡിലായിട്ടൊരു ബോർഡ് വെച്ചിരിക്കും കേട്ടോ. ബിഗ് ടെമ്പിളിൻ്റെ, നമ്മൾ പോകുന്ന ഈ ബിഗ് ടെമ്പിളില്ലേ അതിൻ്റെ പാർക്കിംഗ് ഏറിയാണ്. അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് ആ വഴിക്കാണോന്നൊരു ഡൗട്ടുണ്ട്. നോക്കേണ്ടി വരും. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യട്ടെ ആകെ ചെളിക്കുളമാണ്. ചെളിക്കുളം എന്ന് പറയാൻ ഇതിൽ ടാറിങ് ഉണ്ട്, പക്ഷേ വെള്ളം എല്ലായിടത്തും കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ചവിട്ടി നടക്കുമ്പോഴേ ചെരുപ്പിനിടയില്ലേ മണ്ണൊക്കെ കയറി ഒരു ബുദ്ധിമുട്ടില്ലേ, അതായിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കുറേ കടകളൊക്കെ ഈ പോകുന്ന വഴിക്ക് ഉണ്ട്. കരിക്കൊക്കെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ വഴി വെച്ച് ആ വഴിക്ക് പോയി കേട്ടോ. അത് തെറ്റായിരുന്നു. ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പെരിയ കോവിൽ റോഡെന്ന് കേട്ടോ. ഇത് കണ്ടില്ലേ, ആ റോഡിൽ കൂടെ വന്ന ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിനനുസരിച്ച് അങ്ങ് പോയതാണ്. വേറെ എവിടെയെങ്കിലും ചെന്നേനെ ഇപ്പോൾ. അപ്പോൾ ആ വഴിയിൽ നിന്ന് വരുമ്പോൾ ഇടത്തേക്ക് തിരിയണം, ആ ഒരു ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ ഈ ബോർഡ് കണ്ടില്ലേ ഞാനിപ്പോൾ വായിച്ച് ചെയ്യിപ്പിച്ചില്ലേ, അതിൻ്റെ നേരെ എതിരായിട്ട് രാജലി ബേഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബേഡ്സ് പാർക്ക് ഉണ്ടോ കേട്ടോ. ആ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴേ കാണാം കേട്ടോ ക്ഷേത്രം. ക്ഷേത്രമില്ല നിൽക്കുന്ന കണ്ടില്ലേ. ഇത് അതിൻ്റെ അടുത്തൂടെ ഒരു പുഴയും പോകുന്നുണ്ട്. പുഴ ചപ്പയോളാണ്. മാലിന്യ കുമ്പാരമാണല്ലോ. എൻ്റെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്, അവിടെ നിന്ന് മേടിച്ചാൽ കുടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇനി അകത്തോടൊന്നും കയറ്റില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം അകത്തേക്ക് കയറത്തില്ലെന്നാണ് എനിക്ക് വായിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. പ്ലാസ്റ്റിക് ട്രൈപോഡ്, ഞാൻ ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല, കയ്യിൽ കോപ്പറോ പിടിച്ചിരിക്കുന്നത്. അതൊന്നും മാത്രം കയറ്റിയില്ല. ഓ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വണ്ടി എടുക്കും. ഇത് എങ്ങോട്ടുള്ള വണ്ടി? മിനി ബസ്സാ, ടൂർ വന്ന ബസ്സാണെന്ന് തോന്നുന്നു. കോവിൽ മഴയൊക്കെ നനഞ്ഞ് അവിടെ മുകളിൽ കറുത്ത് കറുത്ത് ഇരിക്കുന്നുണ്ട്. മഴ നനഞ്ഞേൻ്റെ ഇവിടെ നിന്ന് കോട്ടമതിൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇത് കണ്ടോ കോട്ടമതിലിൻ്റെ ഡിസൈൻ ഈ വഴിയുടെ സൈഡിൽ.
ഇവിടെ വാഹനങ്ങളുടെ ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര ഹോണടി. അങ്ങനെ നമ്മള് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണോ. ഈ വെളിയിലേക്ക് നിറച്ച് മുല്ലപ്പൂ മല്ലിപ്പൂ ഒക്കെ ആയിരിക്കും, കണ്ടിട്ട് തോന്നുന്നുണ്ട്. അതെന്താ പൂവോ അമ്മ? സ്വാമിക്കോ? ആ, ഇതോ എന്നാ പ്രൈസ്? 50 രൂപ. 50 രൂപയാണ് ആ പൂവിനൊക്കെ എന്ന് പറഞ്ഞു. സ്വാമിക്ക് അർപ്പിക്കാൻ വേണ്ടിയുള്ള പൂക്കളാ കേട്ടോ. മഴ നിൽക്കുന്ന ലക്ഷണമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഇവിടെ വലിയൊരു കിടങ്ങാണേ. ഈ ക്ഷേത്രഭാഗത്തായിരിക്കുന്നത്. ഇത് കോട്ടമതിലാണ് ശരിക്കും പറഞ്ഞാൽ. നോക്കി, ആ കോട്ടമതിലിൻ്റെ പഴയ കോട്ടമതിലിൻ്റെ അതേ ഡിസൈനിൽ അവിടെ ആരെ ബർത്ത്ഡേ എന്നൊക്കെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ മതിലിൻ്റെ അവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിവശമൊക്കെ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ കാട് പിടിച്ചിരിക്കുക. ശരിക്കും ഒരു പഴയ രാജഭരണ കാലത്തെ ഇതിൽ നിറച്ച് വെള്ളമായിരിക്കും, ശത്രുക്കളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്ത് മുതലയും മറ്റ് ജീവികളൊക്കെ കാണുന്നതാണ് എനിക്ക് വായിച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ. എത്ര? World Heritage Site, 1 hour explain. ഓക്കെ. ഗൈഡിനൊക്കെ ഉണ്ടോ കേട്ടോ. പുള്ളിക്ക് 800 രൂപയാണ് ചാർജ്. ചുമ്മാ ചോദിച്ചത് റേറ്റൊക്കെ. ഇവിടെ ഡ്രോണൊന്നും പറപ്പിക്കാൻ സമ്മതിക്കില്ല, അപ്പോൾ അതൊന്നും കൊണ്ടുവരണ്ട. ഇവിടെ പിന്നെ ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. ഷൂ കപ്പോസ്റ്ററി ഇൻസൈഡ് വെക്കാനായിട്ട് സൗകര്യമുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ അല്ല, കോട്ടമതിലിൻ്റെ കവാടം കേട്ടോ. അതിൽ തന്നെ എത്ര ചിത്രപ്പണികളോളം നോക്കി. എല്ലാ ദൈവങ്ങളുടെയും ഉണ്ടെന്ന് തോന്നുന്നു. ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയും കാണാം കേട്ടോ. ഈ സൈഡിലുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇവിടെയുണ്ട് ഒരു പ്രതിഷ്ഠ. ക്യാമറ നോട്ട് അലൗഡ്. Video? ആ, Video? യെസ്. Video not allowed. പണി വാളി കേട്ടോ. ഇവിടെ ഗോപ്രോയും ക്യാമറയും ഒന്നും അനുവദിക്കത്തില്ല, പുതിയ റോളാണ്. അകത്തൊക്കെ കയറ്റത്തില്ലെന്ന് പറഞ്ഞ്. അകത്ത് ഇപ്പോൾ ഈ സെക്യൂരിറ്റി കയറ്റി വിട്ടാലും അകത്തെ സെക്യൂരിറ്റി പിടിച്ചു വെക്കും. അയ്യോ, ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നിട്ടേ അന്യായ പണിയായിപ്പോയി. ഈ കാണുന്ന കേട്ടോ തഞ്ചാവൂർ ജംഗ്ഷൻ. പാലസിലേക്ക് അടുത്തേക്ക് പോകാം. ഓൾഡ് ബസ് സ്റ്റാൻഡ് അടുത്തേക്ക്, മുനിസിപ്പൽ കോർപ്പറേഷൻ വലത്തേക്ക്, മാരിയമ്മൻ ടെമ്പിൾ വലത്തേക്ക്, റെയിൽവേ സ്റ്റേഷൻ വലത്തേക്ക്, ന്യൂ ബസ് സ്റ്റാൻഡ് വലത്തേക്ക്, അങ്ങനെയുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം വന്ന റെയിൽവേ സ്റ്റേഷനില്ലേ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ട്. ആ ഫ്ലവർ മാർക്കറ്റ് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പാലസില്ലേ, ആ പാലസിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലായിരിക്കും. ഇതേപോലത്തെ തന്നെ ആയിരിക്കും ഈ ഒരു ടെമ്പിളിൻ്റെ ബാക്കിയല്ലേ അത്, അവിടെ അത് തന്നെ ആയിരിക്കും സ്ഥിതി. വെറുതെ ഇവിടെ ഓരോ ഇവരെന്നാ അവരുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യണ്ടേ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ. നല്ല പണി കിട്ടും. ഇവിടെയാണെങ്കിൽ മഴ കൊണ്ടുപിടിച്ച് വരും കേട്ടോ. ആകാശമൊക്കെ കറുത്തായിരിക്കുന്നത്.
നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴേ ഈ ഒരു സൈഡിലായിട്ട് രാംരാജ് കോട്ടണില്ലേ, അതിൻ്റെ വലിയൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണെന്ന് തോന്നുന്നു. ആ ഗ്രീൻ കളറിൽ കാണുന്നുണ്ടോ, വലിയ ബിൽഡിങ്. റോട്ടിൽ ഇങ്ങനെ ഓരോ കുഴികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരെണ്ണം മൂടിയാണ് കിടക്കുന്നത്, നേരത്തെ ഒരെണ്ണം തുറന്നു കിടക്കുക. ഫുട്പാത്തിനകത്ത് കയറ്റിയ എല്ലാം വെച്ചിട്ട് ഫുട്പാത്തിനകത്ത് നടക്കാൻ താല്പര്യം. ആ കാണുന്ന ഒരു രാജ റെസ്റ്റ് ഹൗസ് ആവട്ടെ. LICയുടെ ഓഫീസ്. ഈ ഒരു ഭാഗത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, ന്യൂ ബസ് സ്റ്റാൻഡ്. ഞാൻ നടന്നൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. 5 കിലോമീറ്റർ ഉണ്ടല്ലേ, ബസ് തന്നെ പോകേണ്ടി വരും. അതാണ്ട് ഈ കാണുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീ ആര്യഭവൻ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ നല്ല ഇതൊക്കെ നീറ്റാണ്. നീറ്റെന്ന് വെച്ചാൽ എക്സ്ട്രാ നീറ്റാണ്. AC ഒക്കെ ഉണ്ട്. 2 ഇഡ്ഡലിയും ഒരു ചായയും രാവിലെ കഴിച്ച് 99 രൂപയാണ് ബില്ല് വന്നത്. പിന്നെ ടിപ്പൊടി ചേർത്ത് 100 രൂപ. ഈ വല സൈഡിൽ പൂക്കളുടെ ഇതുണ്ട്, മാല തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നിറച്ച് മാലകൾ, പൂക്കൾ മാല ഉണ്ടാക്കുന്ന സ്ഥലമാണ്. മാല ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇതാ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതില്ലേ, ഹോട്ടലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആര്യഭവൻ. പിഴിഞ്ഞ് രാവിലെ തന്നെ പിഴിഞ്ഞ്. പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് കയറിയതാ കേട്ടോ. ഏകദേശം എത്രയൊക്കെ വരുന്നത് എനിക്കറിയാം. എന്ന് വെച്ചാൽ വെളിയിൽ നിന്നൊക്കെ ആഹാരം കഴിച്ചിട്ട് ഇന്നലെ ഇവിടെ പോയിട്ടെ അവിടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബോംബെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഇവിടെ കാണാം. ഇന്നലെ വേളാങ്കണ്ണിയില്ലേ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അത്ര സുഖമല്ല രാവിലെ. സാധാരണ നല്ലൊരു ഹോട്ടലിൽ കയറി കഴിച്ചതാണ്. ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല, മഴ കാരണമേ. ഇവിടെ വന്നാൽ BSNL ഒന്നും വർക്ക് ചെയ്തില്ല. ചിന്തിക്കുകയുണ്ടോ BSNL കാര്യം? ടവറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ജിയോ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഏതായാലും ഇവിടെ കയറിട്ടെ ഗൂഗിൾ മാപ്പ് വഴി ഈ ഫ്ലവർ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കണം. നേരത്തെ കണ്ടായിരുന്നു, ഇപ്പോൾ അത് രണ്ടാമത് പോയത് വെച്ച് കണ്ടുപിടിച്ചിട്ട് പതുക്കെ ഇതിൻ്റെ അടുത്തും കണ്ടു തോന്നുന്നു. 1.5 കിലോമീറ്റർ ഉള്ളെന്ന് തോന്നുന്നു. പോയി നോക്കാം. ചേട്ടൻ്റെ ഇവിടെ ആകുമ്പോൾ വെളിയിലെങ്കിൽ നിൽക്കാമല്ലോ. പിന്നെ ക്ലോക്ക് റൂമും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ AC റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോ എടുക്കാനൊന്നും പോകുന്നില്ല. അതുപോലെ ടിക്കറ്റൊക്കെ അവിടെ ഇരിക്കും. ഇതെല്ലാം വരുന്നവർ ക്യാൻവാസ് ചെയ്യാൻ നിൽക്കുന്ന വണ്ടിക്കാരാണ് കേട്ടോ. വന്നപ്പോഴേനോട് ചോദിച്ചു ഓട്ടോ വേണോ കാറ് വേണോ എന്നൊക്കെ, റൂം വേണോ എന്നൊക്കെ. ഈ റെയിൽവേ സ്റ്റേഷനകത്തെ ഇതുപോലെ തഞ്ചാവൂർ ശില്പങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പൊക്കെ ഉണ്ട്.